ഇതേടാ കുമ്പേക്കാണ്. ഇത് ഇറങ്ങിപ്പോയില്ല, ചെളിയാവും. ഹലോ നോക്ക്. ഹലോ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ പറ, ഇങ്ങനെ കൈ ഇങ്ങനെ ഹായ് കാണിക്ക്. ഹായ്. അപ്പോൾ നമ്മളിന്ന് കുറേ കാലത്തിന് ശേഷം കടൽമാട് പോവാണ് കേട്ടോ. നമ്മൾ പോയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളവിടെ തറവാട്ടിൽ ഗുളികന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. വൈകുന്നേരമാണ് പോണത്. മഴ ഉണ്ണി ആത്തേറ്. അപ്പോഴേക്കിതാ മഴയൊക്കെ വരുന്നുണ്ട്. അവിടെ പരിപാടി 7 മണിയൊക്കെ ആവും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ അവിടെ എല്ലായിടത്തും ഒന്ന് വിസിറ്റിങ്ങിന് പോയിട്ട് പരിപാടിയിൽ പങ്കെടുക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ അച്ഛനെ പോരും. ഞാനും അച്ഛനും അമ്മയും നിച്ചൂട്ടനാണ് പോണത്. നിച്ചു എവിടെ വാ. ഞാൻ ഇവരാണെങ്കിൽ എൻ്റെ കൂടെ വീഡിയോ എടുക്കാനും വരുന്നില്ല അല്ലേ. എന്നിട്ട് മുറ്റത്തേക്ക് ഇറങ്ങി പോയി. ഞാനാണെങ്കിൽ വൈറ്റ് ഡ്രസ്സായിട്ട് ഇടിയിപ്പിച്ച് കൊടുത്ത്. അവൻ അവിടെ മണ്ണിൽ പോയിട്ട് മാന്തുന്നു, കളിക്കുന്നു. ഇപ്പോൾ താഴെ വീഴു. അമ്മ വീണു. അപ്പം ഞാൻ പെറുക്കിവിടെ കൊണ്ടിട്ടു. ഇനി എങ്ങനെ താഴെ ഇറങ്ങാ? നിച്ചിട്ടെൻ്റെ മട്ടത്തല കാണിച്ചെടുക്ക്. എമ്പടെ ഇങ്ങോട്ട് തിരി. നിച്ചോ എമ്പടെ മട്ടത്തല. കടൽമഴ പോവാന്ന് പറയണത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം മിക്കവാറും എൻ്റെ എല്ലാ വെക്കേഷനും ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവിടെയാണ്. സ്കൂൾ അടയ്ക്കാൻ കാത്തിക്കുക. കാരണം എൻ്റെ സെയിം ഏജിലുള്ള ഞങ്ങൾ 3 കസിൻസ് ഉണ്ട്. ഞാൻ, വിദ്യ, അമൃത. ഏകദേശം ഞങ്ങൾ 1 വയസ്സിന് താഴെ ഡിഫറൻസേ വരുന്നുള്ളൂ. ഏകദേശം സെയിം വൈബാണ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു. അവിടെ ആ ഒരു സമയത്തായിരിക്കും ഉത്സവം ഉണ്ടാവുക. ഉത്സവ സമയത്ത് ഇങ്ങനെ 2-3 ദിവസത്തെ പരിപാടിയൊക്കെ. അപ്പം അമൂല്യമൊക്കെ എന്നോടെ ഉണ്ടാവും. അപ്പം ഞങ്ങളും അങ്ങ് പോകും. എന്നിട്ട് ഇങ്ങനെ വായി നോക്കി കിടക്കുക. ഭയങ്കര രസമല്ലേ. താലെടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ ആ ഒരു ഏജിൽ ഭയങ്കര രസമായിരുന്നു അതൊക്കെ. പിന്നെ അതേപോലെ ഞാൻ ആദ്യം നിൽക്കാൻ പോണ സമയത്ത് ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോഴേ നിൽക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ടല്ലോ, ഇത് അമ്മൂല്യമ്മേൻ്റെ മോളാണ് കേട്ടോ. അമ്മേൻ്റെ ചേച്ചീൻ്റെ മോള്. ചേച്ചിയുടെ മോനാണ് കിച്ചു ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞാറ്റയുണ്ട്. കുഞ്ഞാറ്റേനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കഴിഞ്ഞ വെക്കേഷനൊക്കെ വീട്ടിൽ നിൽക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ വെക്കേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ചെറിയൊരു സർജറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചേച്ചീനെയും കൂടെ കാണാം, ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കാം, അങ്ങനെ ഒരു പ്ലാനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അമൂല്യമ്മേൻ്റെ വീട്ടിലാണ് നിൽക്കുക. അപ്പോൾ ചേച്ചി വെച്ച വീടാണ് കേട്ടോ ഇത്. അമൂല്യമ്മേൻ്റെ വീട് തറവാട് വേറെയാണ്. ഇപ്പം നമ്മളെ വീടിൻ്റെ അടുത്താണല്ലോ ഏട്ടൻ വീട് വെച്ചിട്ടുള്ളത്. അതേപോലെ ചേച്ചിയുടെ ഹസ്ബൻഡും ചേച്ചീൻ്റെ വീടിൻ്റെ അടുത്താണ് വീട് വെച്ചിട്ടുള്ളത്. അങ്ങനെ അപ്പോൾ അവിടെ പോയി. അതിന് ശേഷം നമ്മൾ അമൂല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ അത് ഏട്ടൻ്റെയൊക്കെ മക്കളാണ് കേട്ടോ. രതീഷേട്ടൻ്റെ മോൾ ആമിയാണ്. അതൊക്കെ കസിൻസിൻ്റെ മക്കളാണ് കാണുന്നത്. പിന്നെ കുറച്ച് ഇരുമ്പുളി ഇങ്ങനെ അവിടെ അങ്ങനെ മരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന്, ഇത് ചില സ്ഥലത്ത് ചിലിമ്പിപ്പുളിയോ ചിമ്പിലിപ്പുളിയോ അങ്ങനെ എന്തൊക്കെയാണ് പറയും. നമ്മൾ ഇരുമ്പമ്പുളി എന്നാണ് പറയുക. ഇപ്പം എനിക്ക് ശരിക്കും ഇത് കഴിക്കാൻ വേണ്ടി പറ്റില്ല. ഒന്നൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് എനിക്ക് മടുക്കുക, അല്ലെങ്കിൽ പല്ല് പൊളിച്ചോണ്ടാവും കേട്ടോ. പക്ഷെ പണ്ടൊക്കെ നിൽക്കാൻ വേണ്ടി പോകുമ്പോഴേ അന്ന് അമൂല്യമ്മേൻ്റെ വീട്ടിൽ ഇതില്ല. മുന്നത്തെ ഒരു വീട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ വീട്ടിലേക്ക് നമ്മൾ വലിയമ്മ എടുക്കാൻ വേണ്ടി പോകും. അവിടെ പശുവൊക്കെ ഉണ്ട്. പശു ഇപ്പോഴും ഉണ്ട്. കഞ്ഞിവെള്ളം എടുക്കാൻ വേണ്ടി പോകും. കഞ്ഞിവെള്ളം എടുക്കാൻ പോകുമ്പോൾ ഞാനും കൂടെ പോകും. എന്നിട്ട് ഇത് പറിക്കും. എന്നിട്ട് എന്തോരാ കഴിക്കണ്ടായിരുന്നേ. പക്ഷെ ഇപ്പോൾ ഒന്നും അങ്ങനെ കഴിക്കാനാവില്ല. പക്ഷെ ചേച്ചി മോളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പം അമ്മ പറഞ്ഞാൽ നമുക്ക് കുറച്ച് പറിക്കാം, അവർക്ക് കൊടുത്തു വിട്ടാൽ ഉപ്പിലിട്ട് വെക്കാം. അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇടുമല്ലോ. അങ്ങനെ പിന്നെ വേണമെങ്കിൽ കഴിക്കുമെങ്കിൽ കഴിക്കുക. അച്ചുവൊക്കെ മിക്കവാറും കഴിക്കാൻ ചാൻസ് ഉണ്ട്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുഞ്ഞാറ്റയും ആമയും കൂടെ കുറേ പറിച്ചെടുത്തു. കുറച്ച് ഹൈറ്റുള്ളതൊക്കെ ഞാനും ഇങ്ങനെ പറിച്ചു കേട്ടോ. നല്ല രസമല്ല ഇങ്ങനെ ഉണ്ടായിട്ട് ഇങ്ങനെ പറിക്കുന്നത്. ചിലതൊക്കെ ഇങ്ങനെ മഴയായിട്ടാന്ന് തോന്നുന്നുണ്ട് കേട് വന്നിട്ടുണ്ട്. എന്നാലും കുറേ കിട്ടിയിട്ടോ. ശരിക്കും കടൽമാട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാണിക്കാനുണ്ട്. ഭയങ്കര പ്രകൃതി രമണീയമായുള്ള നല്ല രസമാണ് കേട്ടോ. നല്ല കുറേ സ്ഥലങ്ങളുണ്ട് കാണിക്കാനായിട്ട്. പിന്നെ കുറേ പേർക്ക് മിക്കവാറും ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നമുക്ക് കാണിക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ വൈകുന്നേരമായി. പിന്നെ ഞാൻ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഏകദേശം ആയപ്പോഴത്തേക്കും ഇരുട്ടായിപ്പോയി കേട്ടോ. എന്നാൽ ആ സമയത്തേക്കാണ് പോയത്. എല്ലാവരും ഓരോരുത്തർ ജോലിയൊക്കെ കഴിഞ്ഞിട്ടും വരാനൊക്കെ ആ സമയത്താകും. പിന്നെ ഗുളികന് കൊടുക്കുന്നതൊക്കെ സന്ധ്യാസമയത്താണ്, രാത്രിയായിട്ടാണ്. അപ്പോൾ പിന്നെ ആ ഒരു ടൈമിലേക്ക് എത്തിയത്. ഇനി ഒരു ദിവസം ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കടൽമാട് പോകണേ. അന്നും കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാവരും ഇവിടെ നല്ല കൃഷിക്കാരാണ്. കുറേ എന്താ പറയുക ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചന്ദ്രാവിനോടെയൊക്കെ നമ്മളെ റംബൂട്ടാനൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ കാലം നല്ല കുറച്ചുണ്ടായിരുന്നു. പ്രാവശ്യമൊക്കെ ആയിട്ട് ഇങ്ങനെ വീണ് പോകുന്നുണ്ടെന്ന് പറയുന്നത്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് അമൂല്യമ്മേൻ്റെ അവിടെയുള്ള വെണ്ണപ്പഴം. ബാബുമാമൻ്റെ ഇളയ മാമനാണ് ബാബു മാമൻ. മാമൻ്റെ വീട്ടിലും കുറേയൊക്കെ കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ട്. കുറേ മൃഗങ്ങൾ ഒക്കെ ഉണ്ട് കേട്ടോ. പശു, കോഴി, ആടുമൊക്കെ. ആടുണ്ടോ അങ്ങനത്തെ കുറേ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഇത്
കുഞ്ഞാറ്റേൻ്റെ മീൻ കൊള്ളാണ്. എനിക്ക് തോന്നുന്നത് കിച്ചു ഒറ്റാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കിച്ചു ഇപ്പോൾ വലിയ ചെക്കനായി പോയല്ലോ, 10ാം ക്ലാസ്സൊക്കെ ആയി, 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നോട്ടം ഇപ്പോഴത്തെ ആളെന്ന് പറയുന്നത് കുഞ്ഞാറ്റയാണ്. അപ്പോൾ കുഞ്ഞാറ്റ ഒന്നതൊന്ന് കാണിക്കില്ല, ഒന്ന് ഞാൻ വൃത്തിയാക്കിയിട്ട് കുറേ കാലമായിരുന്നു. പക്ഷേ അതിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കുഞ്ഞു ഗപ്പികളെ കണ്ടില്ലേ. പിന്നെ ഇതാ അവിടെ തന്നെ ഉള്ളതാണ് ഈ നമ്മളെ കൊക്കോക്കായ. വീട്ടിൽ കൊക്കോക്കായ ഉണ്ടായിരുന്നേ. എനിക്ക് കൊക്കോക്കായ വലിയ ഇഷ്ടമല്ല, പണ്ടും ഇഷ്ടമല്ല. നമുക്ക് മിക്കവാറും വീട്ടിലുള്ള സാധനം കൊണ്ട് വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അന്ന് ചേച്ചി വീട്ടിലൊരു സമയത്ത് ഇവിടെ കൊക്കക്കായല്ല നമ്മളെ വീട്ടിലുള്ളൂ കേട്ടോ. എന്നിട്ട് പച്ച ഉണ്ടാവുമല്ലോ, പച്ചയും കഴിക്കും. അതുപോലെ തന്നെ കൊക്കക്കായൻ്റെ ഉള്ളിലുണ്ടാവുന്ന നമ്മൾ ആ ഒരു കഴിക്കാനുള്ള ഒരു ഭാഗം ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലത്തെ ആ കുരു ഉണ്ടാവുമല്ലോ, ചേച്ചി ആ കുരുവൊക്കെ കഴിക്കുമായിരുന്നു. എന്തൊക്കെയല്ലേ, അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. ഇവിടെ അവർ കസിൻസ് കുറേ പേരുണ്ട് കേട്ടോ. അമ്മേൻ്റെ അതായത് അമ്മ മാത്രമേ ദൂരയ്ക്ക് കല്യാണം കഴിച്ചു വിട്ടിട്ടുള്ളൂ. ദൂരയ്ക്ക് വെച്ചാൽ നമ്മളവിടേക്ക് ഒരു 3/4 മണിക്കൂറിൻ്റെ ഡിസ്റ്റൻസ് കല്യാണം കഴിച്ചു വിട്ടോ, പഴുപ്പത്തൂരിലേക്ക്. ബാക്കി അമ്മേൻ്റെ എടുത്തി, ബാക്കി അമ്മേൻ്റെ ആങ്ങളമാർ 3 പേരൊക്കെ അവിടെ തന്നെയാണ്. എല്ലാവരും കടൽമാട് തന്നെയാണ്. അതിൽ നമുക്ക് പറയുമ്പോൾ കടൽമാടെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്കൊരു ചെറിയ വിഷമം എന്താ വെച്ചാൽ, ചെറിയല്ല വലിയ വിഷമമാണ്. മൂത്ത മാമൻ മരിച്ചു, അതുപോലെ തന്നെ അമ്മായി മരിച്ചു. അപ്പോൾ അതൊരു വിഷമമാണ് കേട്ടോ എപ്പോഴും. അവരെ മക്കളാണ് വിദ്യയും വിഷ്ണുവേട്ടനും. അപ്പോൾ വിഷ്ണുവേട്ടനും വിദ്യയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെറിയ പരിപാടി ഉണ്ടെങ്കിൽ എല്ലാവരും വരുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് അവരുടെ ഫാമിലിയായി. പക്ഷെ എന്നാലും നമുക്ക് പഴയ ഓർമ്മകളൊക്കെ ഭയങ്കര രസമാണ്. ഇടയ്ക്ക് അമൃത ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കും, എന്ത് രസമായിരുന്നില്ലേ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മുടെ പഴയ കാലം ഭയങ്കര ഓർമ്മകളാണ് അതൊക്കെ. അപ്പോൾ ഇത് അവിടുത്തെ ഇളയ മാമൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവിടേക്കുള്ള ആ ഒരു വഴിയാണ് കാണുന്നത്. എന്താ മണ്ടയിൽ കണ്ടോ കുറച്ച് റബ്ബറും തോട്ടം, അത് നമ്മളെ സ്ഥലമായിരുന്നു കേട്ടോ. നമ്മൾ ആ സ്ഥലമൊക്കെ കൊടുത്തു. ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള എന്താ പറയുക കുറച്ച് കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നോക്കാലും കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ അമ്മേൻ്റെ ഭാഗം ഉണ്ടായിരുന്ന സ്ഥലം നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് ആ ഒരു പോണ വഴിക്കുണ്ടോ കുറേ നമ്മളല്ലേ പശുവാണ് എല്ലാവരുടെയും മെയിനായിട്ടുള്ളൊരു എന്താ പറയുക വരുമാന മാർഗ്ഗം. അല്ലെങ്കിൽ കുറേ പേർക്കും പശുവുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാലിത്തീറ്റയൊക്കെയാണ് നട്ടു വെച്ചിട്ടുള്ളത്. യെസ് ഓഫ് കോഴ്സ് സാധാ ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പറ്റും. ഇതുണ്ടോ വയലറ്റ് കളറുള്ള പുല്ല്, ഞാൻ അതിട്ടാണ് കുഞ്ഞാറ്റ പറയണോ അതിന് പോഷക ഗുണങ്ങൾ കൂടുതലാണ്. പശുവിന് കൊടുത്താൽ അല്ലേ പാല് കൂടുതലുണ്ടാവുന്നത്. ചിലപ്പോൾ ആയിരിക്കും കേട്ടോ. ഓക്കെ എന്നാൽ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു മാമൻ്റെ വീട്ടിലേക്ക് പോണേ. ശരി. ചന്ദ്രോമൻ്റെ വീട്ടിൽ പോയിട്ട് അമൃതേനെ ഒന്ന് കണ്ടു. ഞാൻ പറഞ്ഞില്ല അവൾക്ക് വിശേഷമുണ്ട്, അപ്പോൾ അവളെ ഒന്ന് കണ്ടു. അവളും തറവാട്ടിലേക്ക് വരും കേട്ടോ, വരികയായിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് വരാനാണ്. അപ്പം അവിടെ പോയിട്ട് നേരെ ഇവിടേക്ക് വന്നു. രതീഷ് ഏട്ടൻ്റെ വീട്, ഏട്ടനും പുതിയ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ആ വീടൊക്കെ ഒന്ന് കണ്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പം നമ്മളെ ടോബോനെ പോലെ തന്നെ ഒരു ഡോഗ് ഇവിടെ ഉണ്ട് കേട്ടോ, റാംബോയോ അങ്ങനെ എന്തുകൊണ്ട് പേര് കേട്ടോ, ഞാൻ മറന്നുപോയി. ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണ് കേട്ടോ. അത് കൂട്ടിലുണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ട് പശുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ ചെല്ലണ സമയത്ത് എല്ലാവരും പൂക്കളൊക്കെ റെഡിയാക്കി വെക്കാണ് കേട്ടോ, അവിടേക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ കൊണ്ടോ എനിക്ക് തോന്നുന്നു 3 വലിയ പശുക്കളും 2-3 കുഞ്ഞു കുട്ടികളും ഉണ്ടെന്ന് തോന്നുന്നു. കറക്കണ വലിയ പശുക്കളെ അവിടെ കെട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വേറെ കുറച്ചും കൂടെ ഇതേപോലൊരു ആളുണ്ടാക്കിയിട്ട് അവിടെ കുട്ടികളെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്തുണ്ടോ ഒരു കൂട്ടിൽ ടോബോന്ന് എന്തായിരുന്നു എനിക്ക് അതായത് പൊമേറിയനോ ആ ഡോഗാന്ന് തോന്നുന്നുണ്ട്. ആ പട്ടിക്കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്, ചെറുതാണ്. അപ്പം നിച്ചുവിന് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇങ്ങനെ ഇവിടെ തന്നെ പൊതുവെ അവന് വെല്ലുമീട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. വെല്ലുമീട്ട് ചെന്നാൽ ഞാൻ ഇതേപോലെ തന്നെയാണ്, പശു ഉണ്ടാവും, അപ്പുറത്ത് പട്ടിക്കുട്ടി ഉണ്ട്, ഇപ്പുറത്ത് കോഴികളുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോഴും കുറേ മൃഗങ്ങളെ കാണാനുണ്ട്. അപ്പം അച്ഛൻ അതിനെയൊക്കെ കൊണ്ടുപോയി കാണിക്കായിരുന്നു. അപ്പോൾ അതാണ് ഇളയ മാമൻ. പിന്നെ വിഷ്ണുവേട്ടുണ്ട്, ഇത് ശില്പ. ഇപ്പോൾ കഴിഞ്ഞ മാസമായിരുന്നു അവരുടെ വീട്ടിൽ കൂടൽ, നമ്മൾ അതിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും പൂന്നുള്ളതിനെ കൂടിയിട്ടോ. പൂന്നുള്ള സമയത്താണ് ഞാൻ മാത്രം ഫാസ്റ്റായിട്ട് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ഭയങ്കര സ്ലോ. ഞാൻ ചെന്ത ഇവരൊക്കെ ഇങ്ങനെ പതുക്കെ ചെയ്യണമെന്ന്. അപ്പോഴാണ് മാം ചോദിക്കുന്നത്, അല്ല പത നീ എന്തേ കാണിക്കണേ? അതായത് പൂന്നുള്ള സമയത്ത് അതിൽ മുട്ട എടുക്കാൻ വേണ്ടി പാടില്ല കേട്ടോ, അത് നല്ല വിരിഞ്ഞ പൂ മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഓരോന്നോരോന്നായി പൊഴിച്ചിടുകയും വേണം. ഇതെനിക്കറിയില്ല, ഞാൻ കട പിടിച്ച് തിരിച്ചിട്ട് അതിലേക്ക് ഇടായിരുന്നു. എന്നിട്ട് പിന്നെ രണ്ടാമത് പെറുക്കി മാറ്റി വൃത്തിയാക്കേണ്ടി. പൂജ ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. വിദ്യ പറയുകയും കൂടെ ചെയ്തു. ചേച്ചി ഇതേ കാര്യങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ പറയുന്നത്. അത് പിന്നല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞു, ഓഫ് കോഴ്സ് ഞാനതൊക്കെ എന്തായാലും പറയുന്നു. അപ്പോൾ അവിടെ കുറേ എന്താ പറയുക കർമൂസയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ കർമൂസയൊക്കെ പൊട്ടിച്ചെടുത്തു. അങ്ങനെ ആമി അപ്പോൾ എനിക്ക് ഇത് കൊണ്ട് തന്നു, നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടല്ലോ. ഈ മിറാക്കിൾ ഫ്രൂട്ട് ഞാൻ ഇപ്പോഴാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴേ എന്നോട് അമൃത വിദ്യം പറഞ്ഞു, ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും മധുരമായിരിക്കും കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ ഇത് സാറിൽ കഴിച്ചൊക്കെ വെച്ചിട്ട് ഞാൻ നല്ലോണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ എനിക്ക് ഇത് കഴിച്ചതിൻ്റെ ഓർമ്മയില്ല കേട്ടോ. അവിടെ കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കാൻ നേരത്ത് ഉപ്പുമാങ്ങ ഉണ്ടായിരുന്നു. ഉപ്പുമാങ്ങ കൊടുക്കുമ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടോ, നോക്കുമ്പോൾ നല്ല മധുരം ഉപ്പുമാങ്ങി.
അപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ ഓടി വെച്ചാൽ വിഷ്ണുവേട്ടൻ്റെ വീട്ടിൽ കൂടെ ഉണ്ടായിരുന്നല്ലോ, വീട്ടിൽ കൂടുതലും ചെന്നപ്പോൾ അവിടെ ഈ ഉപ്പുമാങ്ങി നെല്ലിക്കൊക്കെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പഴുത്ത മാങ്ങയായിരിക്കും, അതിൽ പഞ്ചസാര ഇട്ടെന്നുള്ള കൺഫ്യൂഷനിലൊക്കെ അന്ന് ഞങ്ങളിങ്ങനെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഇനിയിപ്പോൾ അമ്മായി ഇത് എന്തെങ്കിലും ചെയ്തിട്ടാവുന്ന. എന്നിട്ട് ഞാൻ അമ്മായോട് ചോദിച്ചു, ഇതെൻ്റെ അമ്മായി നല്ല രസമുണ്ടല്ലോ, സിന്ധമ്മായിയാണ്. അപ്പോൾ അമ്മായോട് ചോദിച്ചു, നല്ല രസമുണ്ടല്ലോ, മധുരം ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മധുരമോ? അമ്മ പറഞ്ഞു, മധുരമൊന്നുമില്ല, പുളിയാണല്ലോ. പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴാണ് അവർ പറയണത്, ചേച്ചി ഇത് കഴിച്ചിട്ടല്ലേ ചേച്ചിക്ക് മധുരം തോന്നുന്നത്. പക്ഷേ നല്ല രസമുണ്ട്, ഉപ്പും വാങ്ങിക്കാൻ മധുരം വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വിദ്യ. പിന്നെ വിദ്യേൻ്റെ ഭർത്താവാണ്, അതായത് ഹസ്ബൻഡാണ്, അതാ കണ്ണേട്ടൻ. പിന്നെ ഇപ്പുറത്തേക്കുന്ന ചന്ദ്രമാമൻ. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോനെ പറ്റി കളിയാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമൃത കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. അപ്പുറത്ത് എല്ലാവരും ഇരുന്ന് പൂ നന്നാക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 8 മണി 9 മണിക്കായി. അത് അമൃത, അവൾക്ക് ഇപ്പോൾ 6 മാസമായിട്ടും കഴിഞ്ഞു. പാറുവിനറിയില്ലേ? അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പൊറോട്ടയും ഇടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കി. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ 10-11 മണിയായി കേട്ടോ. അപ്പോൾ ഇതാണ് ജയമായി. പിന്നെ വിദ്യേൻ്റെ മോന്, അതുപോലെ തന്നെ ശില്പ. അങ്ങനെ എല്ലാവരും നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.